നമസ്കാരം. നമസ്കാരം. ഞാനിതേ ഞങ്ങൾ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ വഴി വെച്ച് കാണാറുണ്ട് സംഭവം എന്നാന്ന്. ഇപ്പോഴാണ് കയറി കണ്ടത് കേട്ടോ. ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമോ? ഇതിന് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിക്നിക്കിലൂടെ കുട്ടികൾക്ക് വാല്യൂ എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഒരു സെൻ്ററാണിത്. ഓക്കെ. പ്രൊമോട്ടിങ് ആൻഡ് എക്കോ എസ്തെറ്റിക് കൗണ്ടർ കൾച്ചർ, അതായത് പ്രകൃതി സ്നേഹം, സൗന്ദര്യബോധം, പിന്നെ ഇന്നത്തെ മൊബൈൽ മോഡേൺ കൾച്ചറിനെതിരായി ഉൾച്ചേർന്നുകൊണ്ട് ഇതിനകത്ത് ജീവിത മൂല്യങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നൊരു, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മൊബൈലും കഞ്ചാവും കള്ളിനും എന്താ പറയുക അല്ലേ, തിരിച്ചു പിടിക്കാനുള്ള. ആ, എത്ര ഏക്കറുണ്ട് ഇത്? ഇത് നമുക്ക് മൊത്തം 3 ഏക്കറുണ്ട്. അതിനകത്ത് 2 ഏക്കറോളം പാർക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. കയറുന്നതിന് പ്രവേശന ഫീസ് ഉണ്ടോ? പ്രവേശന ഫീസ് നമ്മളൊരു പ്രോഗ്രാമായിട്ടാണ് ചെയ്യുന്നത്. ഞായറാഴ്ച മാത്രമേ പബ്ലിക്കിന് ഓപ്പൺ എൻട്രി ഉള്ളൂ. ഞായറാഴ്ച മാത്രം. അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 ശേഷമാണുള്ളത്. ബാക്കി ഞായറാഴ്ച അല്ല, ശനിയാഴ്ച ഉള്ള ദിവസങ്ങളിൽ മാത്രം 5:30. ബാക്കിയുള്ള ദിവസങ്ങളിൽ 5:30 തിങ്കളാഴ്ചകളിൽ അവധിയാണ്. ഞങ്ങളെ പേട്ട പോകുന്ന വഴിയാട്ടോ, നമ്മുടെ ചോലത്തടുത്തു നിന്ന് പേട്ടയ്ക്ക് പോകുന്ന വഴിയായി കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ സംഭവം എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നേരെ വീഡിയോട്ട് പോകാം. ഇതിലെ തന്നെ പോരാ. നമുക്ക് പിള്ളേർക്ക് വേണ്ട പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല പക്ക ആട്ടോ കേട്ടോ. കേട്ടില്ലേ, ശരിക്കും ഒരു അഡ്വഞ്ചർ പാർക്ക് എന്നൊക്കെ പറയാം കേട്ടോ. ഇത് ജിമ്മല്ലേ സാറേ? ഓപ്പൺ ജിമ്മല്ലേ? ഓപ്പൺ ജിമ്മ്. അപ്പോൾ നമ്മൾ കയറി വന്ന ഉടനെ പട്ടിക്കൂട്ടനുണ്ട് കേട്ടോ. അവൻ ഒടുക്കത്തെ കാര്യ കണ്ടോ. അയ്യോ, ഇതാണ്ട് ഇങ്ങനെ കേട്ടോ. പാസ് കിടക്കുവാണ്. ചെറിയ റൂമുകളുണ്ട്. ഇതെന്നാന്നുള്ളത് നമുക്ക് ചേട്ടനോട് ചോദിക്കാം കേട്ടോ. ഇതിൻ്റെ വെറൈറ്റി ഞാൻ അറിയാം. ഇത് മൊത്തം ഇത് കണ്ടോ, ഈ സംഭവം സെറ്റപ്പാണ്. ഇത് നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ ഇത് കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. ഇതൊരു കുളവ മീൻ അല്ലല്ല, ഇത് ഗോൾഡ് ഫിഷാ. അല്ല, സിലോപ്പിയ, റെഡ് സിലോപ്പിയ. പിള്ളേര് കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. വെടിക്കെട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. വന്നാൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ കയറിയ കുളമായി പോവും. വേണ്ട സാറേ, സായിക്കൊച്ചാൻ കയറുമോ? കയറാൻ പറ്റുമോ മാനെ? വാടക വേണ്ട, തന്നെ പോയാൽ മതി. ഇതിൻ്റെ അകത്ത് കയറിയാൽ ഇങ്ങനെ കേട്ടോ. ഇതുണ്ടോ, വിശാലമായ ഷോറൂമാണ്. നമ്മൾ പോകുമ്പോൾ കാണുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ. അതെ, എല്ലാം ആലോചിക്കും. അതന്നെ. ഇതിൻ്റെ അകത്ത് വേറൊരറിയോ എൻ്റെ അമ്മ കേട്ടോ.
അകത്ത് കയറി കഴിഞ്ഞാൽ കാണാൻ സംഭവം കേട്ടോ, നോക്കണേ. മോനെ വേറെ ലോകമാണ് ഇത് കേട്ടോ. മുളയിലാ ഇത് കണ്ടോ, വെള്ളം വരുന്നുണ്ടോ? ഈ വെള്ളം വന്നിട്ട് ദാ ഇങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നോക്കിക്കോളെ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് കണ്ടോ, ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ. കണ്ടോ അതൊക്കെ ഞാൻ ഇതുവഴി വന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇവിടെ വരും, കലപ്പ ഉണ്ടോ, ഇതൊരു കലപ്പ. ഇത് ഇതൊരല്, ഇത് ആട്ടുകല്ല്, ഇത് ആട്ടുകല്ല്. ഇത് പണ്ടേ പഴയത് മണ്ണ് ലെവലാക്കുന്ന സാധനമായി ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലെങ്കിൽ കണ്ടോണേ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. 14 മുറികളുള്ളൊരു കേവാണ്. യോഗ, മെഡിറ്റേഷൻ എല്ലാം ഉള്ളൊരു സെറ്റപ്പ് ഒരു സംഭവമാണ്. ഇടനാഴി കേട്ടോ, അതുവഴി ഇങ്ങനെ നമ്മൾ പോവാം. സ്വിച്ച് ഒന്ന് ഉണക്കിക്കോ. ഇടാ സ്വിച്ച് കണ്ടോ. ഇങ്ങനെ ഇടനാഴി കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന കേട്ടോ. നമ്മൾ വന്നപ്പോ തന്നെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയുള്ള ആൾക്കാരാട്ടോ. കുറെ പിള്ളേർ സെറ്റ് ഉണ്ട്, ആദ്യമായിട്ട് കാണാൻ വന്നത്. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അമ്പാ ഇത് മുന്നോട്ട് പോകുമ്പം നാച്ചുറൽ സാധനങ്ങളാട്ടോ. അതുകൊണ്ടില്ലേ ഇതിവിടെ നിന്ന് നമ്മൾ പോവാട്ടോ. ഒരു മീൻകുളം നമ്മൾ മുന്നോട്ട് പോവാണ്. ഇതൊരു റൂമല്ല സാറേ, ഇതൊരു റൂമാണ്. ഇതൊരു റൂം, റൂമാണ്. ഇത് അടുത്ത റൂമാണ്. ഇതൊരു റൂം, അവിടെ ഒരു ബാത്റൂമുണ്ട്. ഇത് അടുത്ത റൂമാണ്. ഇതൊരു ഹാള് പോലത്തെ സംഭവം. ഇതെല്ലാം പഴമേ എന്താ പറയുക, തൊട്ടുണർത്തുന്ന കാര്യങ്ങൾ എന്ന് പറയത്തില്ല. ഇതേ പോട്ടി നിങ്ങൾക്ക് ഇത് കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ സംഭവം എന്നും ഇതെന്താണെന്നൊന്നും പേര് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ പോയ വഴിക്ക് കയറിയതാണ്. പഴയ അറിയുന്ന സാധനങ്ങളെന്നാ പറയുന്നത് കേട്ടോ. ഇത് അറിയാവുന്നവർക്കൊക്കെ കമന്റ് ചെയ്യണം ഇത് എന്നാ പേരെന്നൊക്കെ കേട്ടോ. ഊട്ടിക്ക് ഒരു കല്യാണത്തിനുണ്ട്. ചപ്പാത്തി ഇതൊരു മുറിയാട്ടോ. ഒരു ബാത്റൂമാണ് കാണുന്നത്. ഇതിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ കയറിട്ടെ ഇതൊരു റൂമാണ് കണ്ടോ.
അപ്പൊ ഇതുകൊണ്ട് കസേര മണലിവിടെ ഇങ്ങനെ നമ്മൾ കയറി നേരെ പുറം വഴി വരിക. രാജാക്കന്മാര് അടിച്ചുകൊണ്ടിരുന്ന ചാട്ടവാറ്. ചാട്ടയാ ചാട്ടയല്ലേ? ഇതുണ്ടോ കല്ല് അടുക്കള കേട്ടോ. ഇതൊരു ബാത്റൂം. അപ്പോൾ ഇവിടെയാണ് എൻ്റെ കേട്ടോ. നേരെ വെളിയോട്ട് നോക്കിയേ, നമ്മൾ വെളിവശം കാണത്തില്ലേ, ഇതാണ് എൻ്റെ. നമ്മൾ കയറി എൻ്റെ അകത്ത് കണ്ടില്ലേ റൂമുകളുണ്ട്, എന്നാ സെറ്റപ്പാണ് നോക്കിയേ. അമ്പാനെ ശ്രദ്ധിക്കണേ. ഇതൊരു റൂം കേട്ടോ. അതൊരു ബാത്റൂം അല്ലേ സാധിക്കാതെ? ആൾക്കാരൊക്കെ വന്ന് കയറി പോകുന്നുണ്ടോ? തുച്ഛമായ പൈസയേ ഉള്ളു കേട്ടോ കയറി വരണമെങ്കിൽ. അപ്പം ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നേരെ ഇങ്ങ് വന്നേരും കേട്ടോ. നമ്മൾ ലൊക്കേഷൻ ഇട്ടേക്കാം. അപ്പം നേരെ നമുക്ക് ചേട്ടനോട് ചോദിക്കാം എന്താ സംഭവം എന്നൊക്കെ കേട്ടോ. പിടിച്ചിരുന്നോ? ഒന്നും ചെയ്യണ്ട. ആട്ട് നിൽക്കട്ടെ. ആട്ടി വിടാൻ പാനെ പോവാണെങ്കിൽ വെള്ളത്തിന്റെ ധൈര്യമായിട്ട് വിട്ടു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എനിക്ക് കാണുമായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നത് ഞങ്ങൾ കണ്ടു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ മൊബൈലും കള്ളും കഞ്ചാവും MDMA ഒക്കെ ഉള്ള പിള്ളേർക്ക് എന്താ പറയുക, ഇതൊരു തിരിച്ചുപിടുത്തം അല്ലേ? അവർ തിരിച്ചു പിടിക്കാൻ നാച്ചുറാലിറ്റിയാണ് മൊത്തം. എത്ര റൂമുണ്ട് മൊത്തം? നമുക്ക് ഇതിനകത്ത് 14 റൂമുണ്ട്. അതിനകത്ത് 12 റൂമായിട്ട് തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള സംവിധാനമാണ് ചെയ്യുന്നത്. ഒരു റൂമിന് എത്ര രൂപയാണ്? അങ്ങനെ നമ്മളിപ്പോൾ പബ്ലിക്കിന് കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഓരോ ടീമിൽ വരേണ്ട ഓരോ മുറികളും ഓരോ തീമാണ്. അത് പ്രധാനപ്പെട്ട 12 കവികളുടെ എടുത്തിട്ട് അവരുടെ ലൈഫ് അതിനകത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താമസം. അപ്പോൾ ഇനിയും പരിപാടികൾ ഒരുപാട് വരാനുണ്ട്. ഒത്തിരി വരാനുണ്ട്. ഇനീഷ്യൽ സ്റ്റേജാണ്. നമ്മൾ ഔട്ടർ ഫോക്കസാണ് ഉള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒന്ന് എൻ്റർടൈൻ ചെയ്യാനും തന്നെ ഒരു ദിവസം ചെലവഴിക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് റൂമൊക്കെ ശരി. നമുക്കിനി മുന്നോട്ടും ഇത് തന്നെ എന്താ പറയുക, ഇത്രയും റൂമുകളും എല്ലാം അവൈലബിൾ ആയിട്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ളൊരു തീരുമാനമുണ്ടോ? അതോ 1.5 വർഷത്തിന് ശേഷം നമ്മുടെ പുറത്തെ മറ്റു പരിപാടികളൊന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് താമസിക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ യോഗ പോലെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്? യോഗ ആൾക്കാർ ഇപ്പൊ താമസിക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല, താമസിച്ചുള്ള പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. താമസിക്കുന്ന ഞങ്ങൾ മാത്രം താമസിക്കും. ഞാനും വൈഫും. എൻ്റെ വൈഫും ഞാനും. ഓക്കെ, ഞാൻ വൈഫിനെ കണ്ടാൽ നമുക്ക് കാണിക്കാം. ഓക്കെ, എന്തായാലും പരിചയപ്പെട്ടതിലും കണ്ടതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സംഭവമായിട്ട് നമ്മൾ കണ്ടു കേട്ടോ. മനസ്സിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ചേച്ചി ഇത് കാണാറുണ്ട് എപ്പോഴും. എന്താ സംഭവം എന്നുള്ള അറിയത്തില്ല. അപ്പൊ തേനീച്ച കൂടെ എന്നൊക്കെ എല്ലാരും പറയും. ഞങ്ങള് ഇവിടെ വരുമ്പോ എല്ലാം നോക്കുവേ, ഇതിലെ പോകുമ്പോ എല്ലാം കാണും. ഇതെന്താ സംഭവം എന്നുള്ള അറിയത്തില്ലായിരുന്നു. കണ്ടില്ലേ? ഞങ്ങളെ അല്ലെങ്കിൽ എന്താന്ന് അറിഞ്ഞെന്ന് ഇങ്ങോട്ട് പോയപ്പോഴേ കാണാൻ വേണ്ടി ഇരുന്ന. ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്ന കൂട്ടിക്കൊക്കെ പോകുമ്പോഴേ എന്താ സംഭവം എന്നുള്ള അറിയാൻ മേലായിരുന്നു. തേനീച്ച കൂടെ ഒന്നും പറഞ്ഞായിരുന്നു എല്ലാരും പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ കണ്ടില്ലേ? കൂടെ കണ്ട് പാർക്കും നല്ല സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പിള്ളേർക്ക് കളിക്കാനും ഞായറാഴ്ച കുറെയൊക്കെ പിള്ളേർക്കൊക്കെ വരാനും പോകാനും നല്ലൊരു ചെറിയൊരു പാർക്കും എല്ലാ സംവിധാനവും ഉണ്ട് ഇവിടെ. അടിപൊളി സംഭവം അടിപൊളിയാ. ഇപ്പൊ ഞങ്ങള് വീഡിയോ എടുത്ത് ഞങ്ങൾ അടുത്ത് ഇത് ചെയ്യും. അതെ, നടുവിനെല്ലാം നല്ലതാ കേട്ടോ. നടുവിന് സാറ നല്ലതാ. പോകാൻ പിള്ളേരൊന്നുമില്ല. താറാവിന് മഴ വരുന്നു. വാ, ഇവിടെ എങ്ങനെ പഠിക്കണം കേട്ടോ. ഇരിക്കട്ടെ ഇതിനകത്ത്. പോട്ടെ.
വേണ്ട ഇങ്ങനെ ഇരിക്കാം. എടാ അങ്ങോട്ട് പോടാ. അടച്ച് മഴ കാണുന്നുണ്ട്. വാ, പോ. എല്ലാവരും നനയും. ബിലാലെ, വാ, വാ. ബിലാലെ, അങ്ങ് പോവാ, വാ. എടി, എടുക്കാം, വാ, വാ. ഇതാ ഡ്യൂട്ടി അപ്പോൾ ഇത് കണ്ടല്ലോ സംഭവങ്ങൾ. നേരെ ഇങ്ങോട്ട് വന്നേര് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ബുക്ക് കണ്ടോ, മൊയ്തീൻ കാഞ്ചനമാലി. അതിൻ്റെ കാഞ്ചനമാല ഇരിക്കുന്ന മൊയ്തീൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാപ്പി കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളോട് പോകണം.